ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവിൽ പ്രിയ ദൈവജനമേ, ആത്മീയരായ നമ്മൾ ഒരുപാട് ധ്യാനം കൂടി വചനം കേട്ട് പ്രാർത്ഥിച്ച് കൂടുതൽ വിശുദ്ധിക്കും വിശ്വാസത്തിനും പ്രാർത്ഥനയ്ക്കുമായി ഒരുങ്ങുന്ന നമ്മുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥന ദൈവതിരുസന്നിധിയിൽ കൂടുതൽ അഭികാമ്യമാകുവാൻ ഉതകുന്ന ചില കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. ബൈബിളിൻ്റെ വെളിച്ചത്തിൽ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ഒരു പ്രത്യേക രീതി 1993 ഒരു വിശുദ്ധനായ വൈദ്യൻ എന്നെ പഠിപ്പിച്ചത്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു, കൈകൂപ്പി പ്രാർത്ഥിക്കുന്നു, കൈ വിരിച്ച് പ്രാർത്ഥിക്കുന്നു, കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുന്നു. ഇതെല്ലാം നല്ല കാര്യങ്ങളാണെങ്കിൽ പോലും ബൈബിളിൻ്റെ വെളിച്ചത്തിൽ ഒരുപാട് വ്യക്തികൾ അനുഗ്രഹം പ്രാപിച്ച ഒരു വലിയ പ്രാർത്ഥനയാണ് സാഷ്ടാംഗം പ്രണമിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത്. ലോകം മുഴുവൻ സൃഷ്ടിച്ച് കാത്തുപരിപാലിക്കുന്ന ദൈവത്തെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ആ ദൈവതിരുസന്നിധിയിൽ എളിമയോടെ ദൈവത്തിൻ്റെ പാദം തൊട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആ പ്രാർത്ഥനാ ശൈലിയെക്കുറിച്ച് ഒരുപാട് ബൈബിൾ വായിക്കുന്ന നമുക്ക് വളരെ അറിവില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. നമുക്കറിയാം, ഞാൻ ഓർക്കുകയാണ്, ഒരു വ്യക്തി ഈ ലോക ജീവിതത്തിൽ തന്നെ ഒരു വ്യക്തി ആ വ്യക്തിയുടെ വലിയൊരു പ്രശ്നം തീർക്കാൻ ഒരു മുഖ്യമന്ത്രിയെ കാണാൻ പോയി. എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, മിച്ചൂമി പ്രശ്നത്തിൽപ്പെട്ട് എൻ്റെ സുഹൃത്തായ ഈ വ്യക്തിയുടെ 15 ഏക്കർ സ്ഥലം മിച്ചൂമിയായിട്ട് വിട്ടുപോവുകയാണ്. എത്ര നോക്കിയിട്ടും വക്കീലന്മാർ നോക്കിയിട്ടും ഇയാൾക്ക് ആ സ്ഥലം രക്ഷപ്പെടുത്താൻ പറ്റുന്നില്ല. ഇയാൾ ആകെ സമ്പാദ്യമാണ് ഈ 15 ഏക്കർ ആദായമുള്ള കൃഷിയുള്ള സ്ഥലം. ഈ സമയത്ത് കോഴിക്കോട് TVയിലേക്ക് മുഖ്യമന്ത്രി വരുന്നുവെന്നറിഞ്ഞ് ഈ രാഷ്ട്രീയ പ്രവർത്തനായ ഈ എൻ്റെ സുഹൃത്ത് ആ TVയിൽ മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി അപ്പോയിൻമെൻറ്റ് മേടിച്ചു. അപ്പോയിൻമെൻറ്റ് മേടിച്ച് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് കടന്നുചെന്ന ഈ വ്യക്തി മുഖ്യമന്ത്രിയുടെ കാലിലോട്ട് കെട്ടിപ്പിടിച്ചൊരു കരച്ചിൽ. ഇതെന്നാ പറ്റി? അയാളെ പിടിച്ചേൽപ്പിച്ചു, കാര്യം പറയാൻ പറഞ്ഞു. അപ്പോൾ അയാളുടെ സാമ്പത്തിക അവസ്ഥ, മാനസികാവസ്ഥ, ഭൂമി നഷ്ടപ്പെടുന്ന അവസ്ഥ, വേറെ സ്ഥലമില്ലാത്ത അവസ്ഥ, ഇതെല്ലാം ഈ മുഖ്യമന്ത്രിയുടെ അടുത്ത് അവതരിപ്പിച്ചപ്പോൾ കളക്ടറെ വിളിച്ച് ഇന്ന പോയിൻ്റ് പ്രകാരം ഈ സ്ഥലം റിലീസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി അയാളുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാക്കിക്കൊടുത്തു. പ്രിയപ്പെട്ടവരെ, അത് ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ്റെ മുന്നിൽ ഒരു വ്യക്തി അപേക്ഷിച്ചപ്പോൾ കിട്ടിയ ഒരു അവസരമാണ്, ഒരു നന്മയാണ്. എന്നാൽ ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച് കാത്തുപരിപാലിക്കുന്ന ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഒരു വ്യക്തി സാഷ്ടാംഗം പ്രണമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിക്ക് കിട്ടാനിരിക്കുന്ന ദൈവാനുഗ്രഹങ്ങൾ ഇത് എത്രയോ വളരെ വലുതാണ്. കാരണം ദൈവം അതുപോലെ വലിയ സമ്പന്നനാണ്. ഈ ദൈവം കരുണാമയനാണ്. ഈ ദൈവത്തിൻ്റെ കയ്യിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് തരാനുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നെ ഈ സത്യം പഠിപ്പിച്ചത് 1993 ഞാനിതറിഞ്ഞത്. ആ 93 മുതൽ ഇന്ന് വരെ ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിൽ ഏത് ദേവാലയത്തിൽ ധ്യാനിപ്പിക്കാനോ കല്യാണത്തിനോ എന്താവശ്യം പോയാലും ആ ദേവാലയത്തിൽ ചെന്ന് ദൈവത്തിരുസന്നിധിയിൽ അൾത്താരയുടെ മുന്നിൽ വിശുദ്ധ കുർബാനയുടെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ച് പ്രാർത്ഥിക്കാൻ ഒരു കൃപയെന്ന് തന്നെ പറയാം. കൃപ ദൈവം എനിക്ക് നൽകി, ഞാനത് സന്തോഷിക്കുക. 1993 ACC ധ്യാനഗതി ഞാൻ ധ്യാനിക്കാൻ പോയി. ധ്യാനത്തിൽ എൻ്റെ ഒരു ചെറിയ അനുഭവ സാക്ഷ്യം പറഞ്ഞു. ഈ സാക്ഷ്യം കേട്ട ഒരു വിശുദ്ധനായ കൊച്ചച്ഛൻ, ആ അച്ഛൻ്റെ പേര് എനിക്കിപ്പോൾ ഓർമ്മയില്ല, ഈ അച്ഛൻ എൻ്റെ വീട്ടിലേക്കൊരു എഴുത്തെഴുതി. അഡ്രസ്സ് ധ്യാനഗതി വാങ്ങിയിട്ടാണ്. ഔസേപ്പച്ച, ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മളെല്ലാവരും പാപികളാണ്. നമ്മുടെ പാപങ്ങളെല്ലാം ഓർത്ത് നമ്മൾ അനുദപിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളെല്ലാ പാപവും ഒന്നൊന്നായി അനുദപിച്ചോ എന്ന് ചോദിച്ചാൽ ആർക്കത് ഓർത്തിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ പാദപീഠമാണ് ഭൂമി. വിശുദ്ധ മത്തായി 5:35 ദൈവത്തിൻ്റെ പാദപീഠമാണ് ഭൂമി. ഞാൻ നോക്കി, ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. വിശുദ്ധ മത്തായി 5:35 ദൈവത്തിൻ്റെ പാദപീഠമാണ് ഭൂമി, സ്വർഗമാണ് സിംഹാസനം. ഈ ദൈവത്തിൻ്റെ പാദപീഠമായ ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാനയുടെ മുന്നിൽ അൾത്താരയുടെ മുന്നിൽ ഔസേപ്പച്ച സാഷ്ടാംഗം കമന്ന് കിടന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുമെങ്കിൽ അത് ഔസേപ്പച്ചൻ്റെ ജീവിതത്തിൽ വളരെ വലിയൊരു അഭിഷേകമായി തീരും. നമ്മുടെ മദ്യം കഴിച്ച് നമ്മുടെ ദുഷ്പ്രവൃത്തി മൂലം ഒരുപാട് ക്ലേശിക്കുന്ന ഒരുപാട് മക്കൾ ഈ ലോകത്തുണ്ടാകാം. അവർക്ക് വേണ്ടി എല്ലാം കമന്ന് കിടന്ന് ദൈവത്തിൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കണമെന്നായിരുന്നു സന്ദേശം. അന്ന് എനിക്ക് 36 വയസ്സ്. എനിക്കെങ്ങനെ പ്രാർത്ഥിക്കാനുള്ള മാനസികാവസ്ഥയില്ല. ഒരു മദ്യവ്യവസായി ആയിരുന്ന ഞാൻ, ഈ ലോകത്തെ കൊച്ചുമിടക്കനാണെന്ന് അഭിമാനിച്ചത് ഞാൻ, ഒരു ദുരഭിമാനമുള്ള ഞാൻ ഈ വചനം കേട്ടപ്പോൾ എനിക്ക് വലിയ സങ്കടമാണ് ഉണ്ടായത്. അപ്പോൾ ഞാൻ ദൈവമായിട്ട് വളരെ നല്ലൊരു ബന്ധം സ്ഥാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈശോയോട് പറഞ്ഞു, എൻ്റെ ഈശോയെ, ഞാനിപ്പോൾ അച്ഛൻ പറഞ്ഞ് ദൈവമാണ് പറഞ്ഞതെന്ന് പറഞ്ഞ് അച്ഛൻ എഴുതിയത്,
അങ്ങനെ ദൈവമാണ് പറഞ്ഞതെന്ന് എനിക്കൊരു ബോധ്യം തരാൻ ഈശോയെ ഞാനിപ്പോൾ പ്രാർത്ഥിച്ച് ബൈബിൾ തുറക്കുമ്പോൾ കൃത്യം മത്തായി 5:35 എനിക്ക് കിട്ടണം. അങ്ങനെയെങ്കിൽ ഞാൻ സാഷ്ടാംഗം പ്രണമിച്ച് പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ ഞാനങ്ങനെ പ്രാർത്ഥിക്കില്ല എന്ന് മനസ്സിൽ കണ്ട് ഈ എൻ്റെ പാപജീവിതത്തെയും മധ്യവ്യവസായ ജീവിതത്തെയും അച്ഛൻ്റെ എഴുത്തിനെയും സാഷ്ടാംഗം പ്രണമിച്ച പ്രാർത്ഥനയുടെ അർത്ഥത്തെ എല്ലാം ഞാൻ മുന്നിൽ കണ്ട് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ബൈബിൾ തുറന്നു. പ്രിയ സഹോദരാ സഹോദരി, വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുക. എനിക്ക് കിട്ടിയ തിരുവചനം അപ്പോസ്തല പ്രവർത്തനങ്ങൾ 7:49. ഞാൻ ഓർത്ത് രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് ഞാൻ ആ ഭാഗം വായിക്കുമ്പോൾ അവിടെ എഴുതി വച്ചിരിക്കുകയാണ്, ഭൂമി എൻ്റെ പാദപീഠം, സ്വർഗം എൻ്റെ സിംഹാസനം. പ്രിയപ്പെട്ടവരെ, ആ 93 എൻ്റെ ഭവനത്തിലായിരുന്നു ഞാനും ബൈബിളും കൂടെ ഒരുമിച്ച് അന്ന് സാഷ്ടാംഗം പ്രണമിച്ച് എൻ്റെ വീട്ടിലാണ് ഞാൻ ആ പ്രാർത്ഥന ആദ്യം ആരംഭിക്കുന്നത്. അതിനുശേഷം ഇന്ന് വരെ വലിയ എയറോപ്ലെയിനിലേക്ക് കാണാൻ സാധിക്കില്ല. ബാക്കി ഏത് ദിവസവും എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ ഈ പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കുകയാണ്, മുന്നേറുകയാണ്. പ്രിയ സഹോദരീ, ഈ ലോകത്തുള്ള നമ്മൾ, ദൈവത്തിൻ്റെ മക്കളായ നമ്മൾ, പിതാവായ ദൈവത്തെ മക്കളായ നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ സാഷ്ടാംഗം പ്രണമിച്ച് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ദൈവത്തിന് നന്ദി പറയുന്നത്, ദൈവത്തെ സ്തുതിക്കുന്നത്, ആരാധിക്കുന്നത് വളരെയധികം ഗുണകരമാണ്, അഭിലഷണീയമാണ്. അത് ദൈവകൃപ നിറയാൻ കാരണമാണ് എന്ന് നമ്മൾ ബോധ്യപ്പെടേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, എങ്കിൽ പോലും ഇങ്ങനെ ഈ പ്രാർത്ഥന ഞാൻ മുന്നേറുന്ന സമയത്ത് ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ദുഷ്ടാത്മാവ് പിശാചിനോട് പറയുക, അതൊക്കെ യാദൃച്ഛികമായി 2 പ്രാവശ്യം കിട്ടിയതായിരിക്കും, അങ്ങനെയൊന്നും സാഷ്ടാംഗം കിടക്കേണ്ട കാര്യമില്ല, നിന്നെപ്പോലൊരു മാന്യനായ വ്യക്തിയൊക്കെ പള്ളിയിൽ പോയി ഇങ്ങനെ കമന്ന് കിടക്കുന്ന ആണക്കേടല്ലേ, നീ ഒരാണല്ലേ എന്നൊക്കെ പറഞ്ഞ് പിശാചിനെ പ്രലോഭിപ്പിക്കുക. ഞാൻ ശരിയായിരിക്കും, അത് യാദൃച്ഛികമായി കിട്ടിയതായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഈശോയെ നീ ഒന്നുകൂടി പറ, ഞാൻ പ്രാർത്ഥിച്ച് ബൈബിൾ തുറക്കും. ഒരു പ്രാവശ്യം കൂടി നീ പ്രാർത്ഥിച്ച് ബൈബിൾ തുറക്കുമ്പോൾ ഭൂമി എൻ്റെ പാദപീഠം, സ്വർഗം എൻ്റെ സിംഹാസനമെന്ന് ഞാൻ കാണേണ്ടി വന്നാൽ ഒരിക്കലും ഞാൻ നിന്നോട് ഇനി തർക്കുത്തരം പറയില്ല, ഞാൻ ഇനി എതിർപ്പ് പറയില്ല, ഞാൻ എല്ലാ ദിവസവും സാഷ്ടാംഗം പ്രണമിച്ചോളാം. യേശു പ്രിയ ദൈവജനമേ, യേശു ക്രിസ്തു ഇന്നും ബൈബിളിൽ ജീവിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതാണ്, സജീവമാണ്. ഈ ഒരു വചന ബോധ്യം കിട്ടുമാറ് ഞാൻ അന്ന് പ്രാർത്ഥിച്ച് സമ്പൂർണ്ണ ബൈബിൾ തുറന്നു. എനിക്ക് കിട്ടിയ ബൈബിൾ ഭാഗം ഏശയ്യ 66:1. ഏശയ്യ 66:1 അവിടെ എഴുതി വച്ചിരിക്കുന്നു, ഭൂമി എൻ്റെ പാദപീഠം, സ്വർഗം എൻ്റെ സിംഹാസനം. ഭൂമി എൻ്റെ പാദപീഠം, സ്വർഗം എൻ്റെ സിംഹാസനം. പ്രിയപ്പെട്ടവരെ, സാഷ്ടാംഗ പ്രാർത്ഥനയുടെ വലിയ അഭിഷേകം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളുടെ ഹൃദയത്തിലേക്ക് ദൈവം നൽകിക്കൊണ്ടിരിക്കുക. എളിമപ്പെട്. ഞാനെന്ന ഭാവം, വിദ്യാഭ്യാസം, എൻ്റെ ഡിഗ്രി, എൻ്റെ ജോലി, എൻ്റെ പ്രായം, എൻ്റെ സമൂഹത്തിലെ എൻ്റെ മാന്യത, ഇതൊക്കെ ദൈവത്തിരുന്ന് ഇറക്കി വെച്ച് ഇതെല്ലാം നിനക്ക് നൽകിയ ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞ് താണ നിലത്തേ നീരോടും. പരിശുദ്ധാത്മാവിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ നീ എളിമപ്പെടണം. നിനക്ക് ദൈവം തന്ന താലന്തുകളെ ഉയർത്തിപ്പിടിച്ച് നീ ദുരഭിമാനം മാറ്റിവെച്ച് നീ ദൈവത്തോട് നീ മല്ലടിക്കരുത്, വെല്ലുവിളിക്കരുത്. ദൈവത്തിന് എളിമപ്പെട്, ദൈവത്തോട് മാപ്പ് ചോദിക്ക്, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്ക്. നിൻ്റെ പാപങ്ങൾ, അകൃത്യങ്ങൾ അവയെല്ലാം ഈശോ ഏറ്റെടുത്ത് നിന്നെ വിശുദ്ധിക്കുന്ന സമയമാണ്. ഒരു വ്യക്തി ദേവാലയത്തിൽ ദൈവതിരുസന്നിധിയിൽ ദൈവത്തിൻ്റെ അൾത്താരയുടെ മുന്നിൽ എളിമയോടെ ഒരു ശിശുവിനെ പോലെ കമന്ന് കിടന്ന് പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് ബൈബിൾ ഒരുപാട് ഭാഗത്ത് ഒരുപാട് വ്യക്തികൾ ഈ പ്രാർത്ഥനയോടെ ദൈവാനുഗ്രഹം നേടിയെടുത്ത സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ബൈബിൾ നമ്മളെല്ലാവരും ബൈബിൾ വായിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ച് വായിക്കുന്നില്ല, കൃപയിൽ വായിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ അനുഗ്രഹം പ്രാപിക്കുന്നില്ല. ഞാൻ ഓർക്കുകയാണ്, ഉൽപ്പത്തിയുടെ പുസ്തകം 17:3 ഇതാ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുക, അബ്രാഹം ദൈവത്തിൻ്റെ കാൽപര്യമാറ്റം കേട്ട അബ്രാഹം സാഷ്ടാംഗം നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അബ്രാഹത്തോട് ഒരു ഉടമ്പടി ഒപ്പിടുകയാണ്. ഉടമ്പടി ഒപ്പിടുന്ന സമയമാണ് ഒരു വ്യക്തി, ഒരു മനുഷ്യൻ ദൈവത്തിന് എളിമപ്പെടുന്നത്. എന്താ വാഗ്ദാനം? അബ്രാഹമേ, നീ ജനതകളുടെ പിതാവാകുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്യുക. അത് വായിച്ച് ഉൽപ്പത്തി 17:17 വരുമ്പോൾ അവിടെ വീണ്ടും കാണുകയാണ്, അവിടെയും സാഷ്ടാംഗം പ്രണമിച്ചിടക്കുന്ന അബ്രാഹം കേൾക്കുകയാണ്, അബ്രാഹമേ, നിൻ്റെ ഭാര്യ സാറ ജനതകളുടെ മാതാവാകും. നിൻ്റെ ഭാര്യ സാറ 90 വയസ്സായ ഭാര്യ ഗർഭം ധരിക്കുമെന്ന് ദൈവം ഉടമ്പടിയിൽ ഒപ്പിടുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ കൊണ്ട് ഒരുപാട് വാഗ്ദാനം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും ദൈവമായിട്ട് നിനക്ക് എഗ്രിമെൻ്റ് ഒപ്പിടേണ്ട സമയമാണ്. ഞാനും നീയും തിരുസന്നിധിയിൽ എളിമയോടെ സാഷ്ടാംഗം പ്രണമിച്ച് ദൈവത്തിൻ്റെ കാൽക്കൽ കെട്ടിപ്പിടിച്ച് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവസരമെന്ന് തിരിച്ചറിയുക. ഇത് കേട്ട അബ്രാഹത്തിന് സാറയ്ക്ക് ചിരി വന്നു ബൈബിൾ പറയുക. ഞാൻ ഈ 100 വയസ്സായ 99 വയസ്സായ ഞാൻ 90 വയസ്സായ സാറ, ഇതെങ്ങനെ സാധിക്കും? മനുഷ്യന് അസാധ്യം, ദൈവത്തിന് സാധ്യം.
മനുഷ്യന് സാധ്യം ദൈവത്തിന് സാധ്യം. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഒരുപാട് പ്രശ്നങ്ങളിൽ കിണിഞ്ഞിടക്കുന്നവരാണ്, ഒരുപാട് അസ്വസ്ഥരാണ്, ഒരുപാട് മേഖലയിൽ നമുക്ക് ദൈവാനുഗ്രഹം കിട്ടാനുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാനെന്ന ഭാവം മാറ്റി എളിമയോടെ ദൈവത്തിൻ്റെ പ്രാർത്ഥിക്കാൻ നമുക്ക് തയ്യാറാകാം. ഞാൻ ഓർക്കുകയാണ്, ഇതേ ക്ലാസ് കേട്ട ഒരു വ്യക്തി, 60 ലക്ഷം രൂപ കടബാധ്യതയുള്ള ഒരു ഉന്നതനായ ഒരു വ്യക്തി, ഞാൻ ഈ ലോകത്തിൽ ഏറ്റവും അറിവുണ്ടെന്ന് ധരിച്ചിരുന്നൊരു വ്യക്തി, വീട് വിറ്റു, കാറ് വിറ്റു, സൈക്കിളിൽ യാത്രയായി മദ്യപിച്ച് നശിക്കാൻ പോകുന്ന അവസരത്തിൽ ഈ സന്ദേശം കൊടുത്തു. ആ വ്യക്തി ആദ്യം സാഷ്ടാംഗം പ്രണമിക്കില്ല എന്ന് പറഞ്ഞു. കാരണം ഞാൻ ദുരഭിമാനിയാണ്. പക്ഷേ ആരുമില്ലാത്ത സമയങ്ങളിൽ ദേവാലയത്തിൽ പോയി സാഷ്ടാംഗം പ്രണമിച്ച് പ്രാർത്ഥിച്ച് അയാളുടെ കടബാധ്യത മാറിയ കാര്യം ആ വ്യക്തി എന്നോട് സാക്ഷ്യപ്പെടുത്തിയ കാര്യം ഞാൻ ഓർക്കുക. ഹാലലുയ, 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 യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 26:39, മത്തായിയുടെ സുവിശേഷം 26:39 വലിയ പ്രാർത്ഥന നമ്മൾ കാണുകയാണ്. ഗെത്സമനിയിലെ പ്രാർത്ഥനയാണ്. തീവ്ര ദുഃഖത്താൽ യേശു തമ്പുരാൻ ഗെത്സമനിയിൽ പോയിട്ട് സാഷ്ടാംഗം പ്രണമിച്ച് കിടന്ന് പ്രാർത്ഥിച്ചു. സാഷ്ടാംഗം പാറപ്പുറത്ത് കമന്ന് കിടന്ന് പ്രാർത്ഥിച്ചു എന്നാണ് വചനം പറയുക. പ്രിയപ്പെട്ടവരെ, ഇതാ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇതാ ദൈവപുത്രനായ യേശു ക്രിസ്തു തൻ്റെ കുരിശുമരണത്തിൻ്റെ ദുഃഖമോർത്ത് ഇതാ രക്തം വീർത്ത് സാഷ്ടാംഗം കമന്ന് കിടന്ന് പ്രാർത്ഥിച്ചു എന്ന വചനം നമുക്ക് വലിയൊരു പിന്തുണ തരികയാണ്, പിൻബലം തരികയാണ്. 3 പ്രാവശ്യം യേശു ഇതുപോലെ സാഷ്ടാംഗം കമന്ന് കിടന്ന് പ്രാർത്ഥിച്ചു. അതാ വീണ്ടും പറയുന്നു, ലൂക്കാ 22:43-44, അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിലെ ദൂതൻ കടന്നു വന്നു. ഇതാ തീവ്ര ദുഃഖത്താൽ രക്തം വീർത്ത യേശു ഇതാ സാഷ്ടാംഗം പ്രണമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പിതാവായ ദൈവം ആ മകനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിലെ ദൂതനെ പറഞ്ഞയച്ചു. പ്രിയ സഹോദരാ സഹോദരി, എൻ്റെ നിൻ്റെ ജീവിതം ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മക്കളെപ്പറ്റിയുള്ള പ്രശ്നം, മക്കൾക്ക് ജോലിയില്ല, പറഞ്ഞാൽ കേൾക്കുന്നില്ല, അവൻ ദുർനടത്തക്കാരനാണ്, മകൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ജീവിത പങ്കാളി മദ്യപാനിയാണ്, അല്ലെങ്കിൽ പാപം ചെയ്ത് ജീവിക്കുകയാണ്, കടബാധ്യത മൂടി രോഗത്താൽ കഷ്ടപ്പെടുന്നു, എത്ര അധ്വാനിച്ചിട്ടും ഗതി കിട്ടുന്നില്ല. ഇതുപോലെ പ്രശ്നങ്ങളുള്ള നീ ഈ പ്രശ്നങ്ങളെ ഓർത്ത് അസ്വസ്ഥപ്പെടാതെ ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ എളിമപ്പെട്ടുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദേവാലയത്തിലേക്ക് കടന്നിയല്ലോ, അനുദപിച്ച് നല്ലൊരു കുമ്പസാരം നടത്തി ദൈവത്തോട് കരുണയ്ക്ക് വേണ്ടി സാഷ്ടാംഗം കമന്ന് കടന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകൂ. നീ എളിമപ്പെടൂ, ദൈവം നിൻ്റെ ജീവിതത്തിൽ അത്ഭുതമായി ഇടപെടും. ഹാലലുയ, ഹാലലുയ, യേശുവേ നന്ദി. ഞാൻ ഓർക്കുകയാണ്, എൻ്റെ മകൻ മരിക്കുന്ന സമയം 2004 ഡിസംബർ 15-ാം തീയതി എൻ്റെ മകൻ്റെ മരണ ദിവസമാണ്. ഞാനിതാ ഈ സാഷ്ടാംഗ പ്രാർത്ഥനയായിട്ട് മുന്നോട്ട് പോകുന്ന അവസരം 3 ദിവസം മുമ്പ് ശാലോമിൻ്റെ ആത്മീയ ഗുരുവായ ഫാദർ ജോസഫ് വയലച്ചൻ എൻ്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. കാഞ്ഞങ്ങാടിൽ എൻ്റെ ഭവനത്തിലേക്ക് കടന്നു എന്ന് പറയുക, ഔസേപ്പച്ചൻ ബ്രദറെ വീട്ടിൽ വരണം, മകന് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈശോ എനിക്കൊരു സന്ദേശം നൽകി. ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ല. ഈ വിശുദ്ധനായ വൈദികൻ ഈ അച്ഛനോടൊപ്പം ശുശ്രൂഷ ചെയ്യുന്ന, ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഈ അച്ഛൻ അന്നൊരു ദിവസം 2-3 ദിവസം മുമ്പ് വീട്ടിലേക്ക് വരുന്നു. വീട്ടിൽ വന്ന് ബലിയർപ്പിക്കുന്നു, മകനെ കുമ്പസാരിപ്പിക്കുന്നു, മകനെ തലേക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു. 2 ദിവസം കഴിഞ്ഞില്ല, ഈ മകൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുക. പ്രിയ സഹോദരാ സഹോദരി, ഇതാ ലാസറിൻ്റെ ഭവനത്തിലേക്ക് യേശുനാഥൻ കടന്നവരെ ആശ്വസിപ്പിച്ചെങ്കിൽ, യേശുവിൻ്റെ മരണവേദനയാൽ ദുഃഖിക്കുന്ന യേശുവിനെ സ്വർഗത്തിലെ ദൂതൻ ശക്തിപ്പെടുത്തിയെങ്കിൽ, ഇതാ പാപിയായി എൻ്റെ ജീവിതത്തിലേക്ക് ഒരു ദൈവദൂതൻ, ഒരു വിശുദ്ധനായ വൈദ്യൻ കടന്നു വന്ന് കോഴിക്കോട് നിന്ന് കാഞ്ഞങ്ങാടേക്ക് വന്ന് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തോട് ചേർന്ന് എളിമപ്പെട്ട് ഞാൻ നിങ്ങൾ ജീവിക്കുമ്പോൾ ഇതുപോലെ നമ്മുടെ ദുഃഖങ്ങളിൽ നമ്മളെ ആശ്വസിപ്പിക്കാൻ ദൈവദൂതന്മാരെ പറഞ്ഞേക്കും. നമ്മുടെ ജീവിത പ്രശ്നങ്ങളിൽ നെടുവീർപ്പടിയിൽ നമുക്ക് ആശ്വാസം പകരുവാൻ ദൈവം അവസരമൊരുക്കും. ലൂക്കായുടെ സുവിശേഷം 8:41 നമ്മളൊരു പ്രാർത്ഥന കാണുന്നുണ്ട്. ജെറോസ് എന്ന ആ വ്യക്തിയുടെ 12 വയസ്സുള്ള ഏക മകൾ മരണാസന്നയായി കഴിയുക. ഇപ്പോൾ മരിക്കുന്ന അവസ്ഥ. ഇതാ യേശുവിൻ്റെ അടുത്തേക്ക് കടന്നു വന്നു. ജെറോസ് ഒന്ന് യേശുവിൻ്റെ കാൽക്കൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു, ഗുരു, എൻ്റെ മകൾ മരിച്ചു, ഓടിവാന്നാണ് പറയുന്നത്. യേശു പറഞ്ഞു, മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങുകയാണ്. യേശു ആ ജെറോസിനോടൊപ്പം ജെറോസിനോടൊപ്പം വീട്ടിൽ കടന്നു ചെന്ന് ആ മരിച്ചു കിടന്ന മകളെ ജീവനോടെ തിരിച്ചെടുത്തു. പ്രിയ സഹോദരാ സഹോദരി, ദൈവസന്നിധിയിൽ ആ ജെറോസ് എന്ന വ്യക്തി, ആ സമൂഹത്തിലെ ഉന്നതനായ വ്യക്തി ദൈവത്തിൻ്റെ കാൽക്കൽ കെട്ടിപ്പിടിച്ച് അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവയുടെ അത്ഭുതം പ്രവർത്തിക്കുക. ഹാലലുയ, ഹാലലുയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. വീണ്ടും മർക്കോസിൻ്റെ സുവിശേഷം 7:25, മർക്കോസിൻ്റെ സുവിശേഷം 7:25 നമ്മൾ കാണുകയാണ്. സീറോഫിനീഷ്യ സ്ത്രീ, ഒരു വിജാതീയ സ്ത്രീ, അവളെ കൊച്ചുമകൾ പിശാച് ബാധയാൽ കഷ്ടപ്പെടുകയാണ്. അവൾ മടുത്തു. അവളെ അസ്വസ്ഥമായി പിശാച് ഒരുപാട് വിഷമിപ്പിക്കുകയാണ്. ആ മകൾ ഇതുപോലെ കഷ്ടപ്പെടുമ്പോൾ ആ വിജാതീയ സ്ത്രീ യേശുവിൻ്റെ കാൽക്കൽ കമന്ന് കിടന്ന് കെട്ടിപ്പിടിച്ച്, യേശുവേ, ഇതാ എൻ്റെ കൊച്ചുമകൾ ഇതാ പിശാച് ബാധയാൽ കഷ്ടപ്പെടുന്നു, നീ സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചു. യേശു ആദ്യം സമ്മതിച്ചില്ല.
ഈശോ പറഞ്ഞു, മക്കളുടെ അപ്പം നായ്ക്കൾക്ക് കൊടുക്കാറില്ലെന്നൊക്കെ പറഞ്ഞ് യേശു പറഞ്ഞു. അവളുടെ വിശ്വാസം അവളേറ്റ് പറയുക, നായ്ക്കളും ജീവിക്കുന്നില്ലേ മേശപ്പുറത്ത് താഴെ വീണ് എച്ചിൽ നിന്നിട്ട്. അവളുടെ ഉന്നതമായ വിശ്വാസം കണ്ടുകൊണ്ട് യേശു ആ സമയം ശാസിച്ചു. ദുഷ്ടാത്മാവ് ആ മകളിൽ നിന്ന് കൊച്ചുമകളിൽ നിന്ന് വിട്ടുപോയി. അതേ സമയം തന്നെ കൊച്ചുമകൾ സൗഖ്യം പ്രാപിക്കുക. യേശു പ്രിയപ്പെട്ട സഹോദരീ, ദൈവത്തിരുസന്നിധിയിൽ നമുക്കൊരു കാര്യം തീരുമാനമെടുക്കാം. ഞാൻ എൻ്റെ ഈശോയുടെ മുന്നിൽ, എൻ്റെ ദൈവത്തിൻ്റെ മുന്നിൽ, എനിക്ക് വേണ്ടി കുരിശിൽ പടഞ്ഞ യേശു ക്രിസ്തുവിൻ്റെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ച് പ്രാർത്ഥിക്കും. ഞാൻ എളിമയോടെ പ്രാർത്ഥിക്കും. ദൈവം എന്നെ അനുഗ്രഹിക്കും. ഈ തീരുമാനത്തേക്ക് കടന്നു വരാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 12-ാം വാക്യം. വിശുദ്ധ ലൂക്ക 5:12. കുഷ്ഠരോഗി, ഒരു കുഷ്ഠരോഗി യേശു പട്ടണത്തോടെ നടന്നു പോകുമ്പോൾ കുഷ്ഠരോഗി യേശുവിൻ്റെ കാലിലോട്ട് കെട്ടിപ്പിടിച്ച്, യേശുവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധി വരുത്താൻ സാധിക്കും. യേശുവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധി വരുത്താൻ സാധിക്കും. ദൈവത്തിന് ഇവനെ ശുദ്ധി വരുത്താൻ സാധിക്കുമെന്ന് അവൻ വിശ്വസിച്ചുകൊണ്ട്, അവനത് സമ്മതിച്ചുകൊണ്ട്, യേശു ദൈവമാണെന്ന് അംഗീകരിച്ചുകൊണ്ട് യേശുവിൻ്റെ കാൽക്കൽ കെട്ടിപ്പിടിച്ച് അവൻ പ്രാർത്ഥിക്കുക. എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. തൽക്ഷണം കുഷ്ഠരോഗി സൗഖ്യപ്പെട്ടു. പ്രിയപ്പെട്ട, ഇതെല്ലാം ബൈബിളിൽ വെച്ച കാര്യങ്ങളാണ്. ബൈബിൾ എടുത്ത് വായിക്കൂ. ഈശോയുടെ കാൽക്കൽ വീണ് ഓരോ വ്യക്തികളും അനുഗ്രഹം പ്രാപിച്ച നിരവധി സംഭവങ്ങൾ ഇതുപോലെ ബൈബിളിലുണ്ട്. ഇതെല്ലാം നമുക്ക് വേണ്ടി എഴുതി വെച്ചിരിക്കുക. നമ്മൾ അനുഗ്രഹം പ്രാപിക്കാൻ, ഈശോയുടെ കൃപ പ്രാപിക്കാൻ, സൗഖ്യം പ്രാപിക്കുവാൻ, വിടുതൽ കിട്ടുവാൻ ദൈവം തരുന്ന അവസരങ്ങളാണ് ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ അഭിഷേകം നമുക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ മാർക്കോസിന് സുവിശേഷം 5:34 നന്ദി പറയുവാനും സാഷ്ടാംഗ പ്രാർത്ഥനയുള്ള വിശുദ്ധ മാർക്കോസിന് സുവിശേഷം 5:34 രക്തസ്രാവക്കാരിയ സ്ത്രീ രക്തസ്രാവത്താൽ കഷ്ടപ്പെട്ടു. അവളെ സമ്പത്ത് മുഴുവൻ വൈദ്യർക്ക് കൊണ്ട് കൊടുത്ത് ആ പണം മുഴുവൻ തീർന്നിട്ട് രോഗശാന്തി ലഭിക്കാതെ കഷ്ടപ്പെടുന്ന 12 വർഷമായി കഷ്ടപ്പെടുന്ന ആ രക്തസ്രാവത്താൽ കഷ്ടപ്പെടുന്ന സ്ത്രീ വിശ്വാസത്തോടെ കടന്നു ചെന്നു. വലിയ ജനക്കൂട്ടത്തിനിടയിലൂടെ കടന്നുപോയി യേശുവിൻ്റെ വസ്ത്രത്തിലും തൊട്ടു. തൽക്ഷണം അവൾ സൗഖ്യം പ്രാപിച്ചു. യേശു ചോദിച്ചു, ആരാണ് എന്നെ തൊട്ടത്? ആരാണ് എന്നെ തൊട്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ എന്താ ഗുരു പറയുന്നത്? എല്ലാവരും ഇങ്ങനെ ഇടിച്ചിടിച്ച് പോകുമ്പോൾ ആരാ തൊട്ടേന്ന്? യേശു പറയുക, എന്നിൽ നിന്ന് ശക്തി നിർഗളിച്ചു, എന്നിൽ നിന്ന് ശക്തി നിർഗളിച്ചു. ഇപ്പോൾ വിശ്വാസത്തോടെ യേശുവിനെ തൊട്ടപ്പോൾ യേശുവിന് ശക്തി നിർഗളിച്ചായിട്ട് യേശുവിന് മനസ്സിലായി. അപ്പോൾ രക്തസ്രാവം നിലച്ചുവെന്ന് ശരീരത്തിൽ ബോധ്യപ്പെട്ട ആ സ്ത്രീ പറയുകയാണ്, ഗുരു, യേശുവേ, ദൈവമേ, ഞാനാണ് അങ്ങേ തൊട്ടത്. അവൾ അത് പറഞ്ഞ് യേശുവിൻ്റെ കാലിലോട്ട് വീണ് കെട്ടിപ്പിടിച്ചു, നന്ദി പറഞ്ഞു. യേശുവിൻ്റെ കാലെ കെട്ടിപ്പിടിച്ച് നന്ദി പറഞ്ഞു. പ്രിയ സഹോദരീ, നമ്മുടെ ജീവിതത്തിൽ ദൈവം എന്തുമാത്രം അനുഗ്രഹങ്ങൾ നൽകി. ദൈവം, സ്വർഗത്തിലെ ദൈവം എനിക്ക് നിനക്ക് എന്തുമാത്രം അനുഗ്രഹങ്ങൾ നൽകി. ഇക്കാലം അത്രയും കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നീ നന്ദി പറഞ്ഞിട്ടുണ്ടോ? അത് വിശ്വാസത്തോടെ നന്ദി പറഞ്ഞിട്ടുണ്ടോ? എളിമയോടെ നന്ദി പറഞ്ഞിട്ടുണ്ടോ? ഇതാ ഈ സാഷ്ടാംഗ പ്രാർത്ഥന നമ്മളുടെ ജീവിതത്തിൽ ഒരു വലിയ അഭിഷേകമായി മാറട്ടെ. എല്ലാ ദിവസവും ബലിയിൽ പങ്കെടുക്കുന്നവരാണ് നമ്മൾ. ആ ബലി അർപ്പണ സമയത്ത് 5 മിനിറ്റ് മുന്നേ പോയി കുരിശ് വരച്ച് വിശ്വാസത്തോടെ വിശുദ്ധ കുരിശിൻ്റെ അടയാളം വരയ്ക്കുമ്പോൾ തന്നെ ദുഷ്ടാരൂപി നമ്മൾ നിറങ്ങിപ്പോകും. പ്രിയപ്പെട്ടവരെ, കുരിശ് വരച്ച് ദൈവത്തിരുസന്നിധിയിൽ എളിമപ്പെട്ട് ദൈവത്തിൻ്റെ കാല്, മത്തായി 5:35 ദൈവത്തിൻ്റെ പാദപീഠമാണ് ഈ ഭൂമി. അപ്പോസ്തല പ്രവർത്തനം 7:49 ദൈവത്തിൻ്റെ പാദപീഠമാണ് ഈ ഭൂമി. ഏഷ്യ 66:1 ദൈവത്തിൻ്റെ പാദപീഠമാണ് ഈ ഭൂമി. ഈ ബോധ്യത്തോടെ യേശുവിൻ്റെ കാൽക്കൽ ദൈവത്തിരുസന്നിധിയിൽ എളിമപ്പെട്ട് കാൽക്കൽ കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം. വീണ്ടും പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 17:16 നമ്മൾ വായിക്കുകയാണ്. 10 കുഷ്ഠരോഗികൾ യേശുവിൻ്റെ പക്കലേക്ക് കടന്നു ചെന്നു. നമുക്കറിയാം, കുഷ്ഠരോഗത്തിൻ്റെ കഷ്ടപ്പാടെന്ന് ആലോചിച്ച് നോക്കി. ബാക്കി ഏത് രോഗവും പറഞ്ഞിരിക്കാം. ഒരു കുഷ്ഠരോഗി എന്ന് പറഞ്ഞാൽ സമൂഹം വരെ അംഗീകരിക്കുകയില്ല. ഒരു കുഷ്ഠരോഗിയുടെ രോഗം ഉള്ളൊരു വ്യക്തി നമ്മുടെ അടുത്തുകൊണ്ട് നമ്മളവർ എണീറ്റ് പോകും. അത്രമാത്രം ഒരു അറപ്പുളവാക്കുന്ന, വെറുപ്പുളവാക്കുന്ന, കഷ്ടപ്പെടുത്തുന്ന രോഗമാണ് കുഷ്ഠരോഗം. ഈ 10 കുഷ്ഠരോഗികൾ അവരുടെ ജീവിതം എന്തുമാത്രം കഷ്ടപ്പെട്ടു. എത്ര പ്രാവശ്യം അവർ മരിക്കണമെന്ന് ആലോചിച്ച് കാണും. എന്തുമാത്രം അവർ സമൂഹത്തിൽ നിന്ന് നിന്ദനം കിട്ടുകയും. ആ 10 കുഷ്ഠരോഗികൾ ഇതാ യേശു കടന്നു പോകുന്നറിഞ്ഞു. ആ യേശു കടന്നു പോകുന്ന യേശുവിൻ്റെ കാൽക്കലേക്ക് ഇവരിതാ യേശുവിൻ്റെ അടുത്തേക്ക് ചെന്നു. അവർ പ്രാർത്ഥിച്ചു, അവർക്ക് സൗഖ്യം കിട്ടി. യേശുവിൻ്റെ അടുത്തേക്ക് ചെന്നു, യേശു അവർക്ക് സൗഖ്യം കൊടുത്തു. കുഷ്ഠരോഗം സൗഖ്യപ്പെട്ടാൽ എന്തുമാത്രം സന്തോഷം അവർക്കുണ്ടാകും, എന്തുമാത്രം അവർ ആനന്ദിക്കും, എന്തുമാത്രം അവർ ദൈവത്തിൽ ആനന്ദിക്കേണ്ടവരാണ്. പക്ഷേ ഒരു കുഷ്ഠരോഗി മാത്രമേ കടന്നു എന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞു. ആ നന്ദി പറയാൻ വന്ന കുഷ്ഠരോഗി ഉണ്ടല്ലോ, അയാൾ യേശുവിൻ്റെ കാൽക്കൽ കെട്ടിപ്പിടിച്ച് നന്ദി പറഞ്ഞു എന്നാണ് വചനം പറയുക. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 17:16 നമ്മൾ വായിക്കുകയാണ്. 10 കുഷ്ഠരോഗികൾ ഒരുവൻ മാത്രം, ആ വിജാതിയും മാത്രം കടന്നു എന്ന് യേശുവിൻ്റെ കാൽക്കൽ കെട്ടിപ്പിടിച്ച് നന്ദി പറഞ്ഞു. യേശുവിൻ്റെ കാൽക്കൽ കെട്ടിപ്പിടിച്ച് നന്ദി പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ പറ്റി ഓർത്തേ. നമ്മുടെ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ നമ്മുടെ പാപം അല്ലെങ്കിൽ നമ്മുടെ സ്നേഹക്കുറവ് നമ്മുടെ നന്ദി കുറവാണ്. ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ തുടങ്ങിയാൽ തീരില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, ഞാനും നിങ്ങളും
ദൈവം എന്തുമാത്രം നമ്മളെ അനുഗ്രഹിച്ചു, ഏതെല്ലാം മേഖലയിൽ അനുഗ്രഹിച്ചു, ഏതെല്ലാം വഴിയിൽ അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹിച്ചിട്ട് നമ്മൾ ആ വിജാതീയം കാണിക്കുന്ന നന്ദി, ആ വിജാതീയം ദൈവത്തിൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് നന്ദി പറഞ്ഞു, ദൈവത്തെ ആരാധിച്ചു. പ്രിയപ്പെട്ടവരെ, യേശു ചോദിക്കുകയാണ്, 10 പേരെയല്ലേ ദൈവം സൗഖ്യപ്പെടുത്തിയത്? 10 പേരെയല്ലേ ദൈവം സൗഖ്യപ്പെടുത്തത്? ബാക്കി 9 പേരെവിടെ? പ്രിയ സഹോദരാ സഹോദരി, ഈശോ നോക്കുന്നുണ്ട്, യേശു കാണുന്നുണ്ട്. ദൈവം നമുക്കൊരുപാട് ഭൗതിക അനുഗ്രഹങ്ങൾ നൽകി, രോഗശാന്തി നൽകി, ഒരുപാട് കൃപകൾ നൽകി, ഒരുപാട് മക്കൾക്ക് ജോലി നൽകി, ഒരുപാട് വീട്, കാറെല്ലാം നൽകി. പക്ഷെ നമ്മൾ എത്ര പേര് ആത്മാർത്ഥതയോടെ ഇതെൻ്റെ ദൈവമേ നിൻ്റെ ദാനമാണ്, നിൻ്റെ ദാനമാണെന്നൊന്ന് പറഞ്ഞിട്ടുണ്ട്. മക്കളെ പ്രാർത്ഥിച്ച മക്കളെ കിട്ടിയവർ പോലും ദൈവത്തിന് നന്ദി പറയുന്നില്ല. വിവാഹം കഴിച്ചുകൊണ്ട് മക്കളെ കിട്ടണമെന്നില്ല. 5ഉം 10ഉം വർഷം പ്രാർത്ഥിച്ച് മക്കളെ കിട്ടിയവർ പോലും ദൈവമേ മക്കൾ ദൈവത്തിൻ്റെ ദാനമാണെന്ന് അംഗീകരിക്കാൻ പറ്റുന്നോ? മക്കൾക്ക് ദൈവത്തിന് നന്ദി പറയുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇതല്ലേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാപം? ദൈവത്തോട് നന്ദിയില്ലാത്തൊരു ഹൃദയം, ദൈവത്തിൻ്റെ മുന്നിൽ എളിമപ്പെടാൻ പറ്റാത്ത ഹൃദയം, ദൈവദർശനനിധിയിൽ തിരുവോസ്തരമായ യേശുവിൻ്റെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ച് കിടന്ന് നന്ദി പറയാനോ പ്രാർത്ഥിക്കാനോ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ സാധിക്കാത്ത നമ്മുടെ മാനസികാവസ്ഥ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൃപ തരണം. നമ്മളെല്ലാം ഒരുപാട് ഹെഡ് വെയിറ്റ് ഉള്ളവരാണ്. ഞാൻ ഇന്നയാളാണ്, എൻ്റെ ഡിഗ്രി ഇതാണ്, ഞാൻ ഇന്ന പൊസിഷനിലാണ്, ഞാൻ അവകാശിയാണ്, അല്ല ഞാൻ അപ്പനാണ്, ഞാൻ അമ്മയാണ്, ഞാൻ ഇന്ന പോസ്റ്റിൽ ജീവിക്കുന്നവനാണ്. അങ്ങനെയൊന്നും പള്ളിയിൽ പോയി എളിമപ്പെടാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല. ഞാൻ അങ്ങനെയൊന്നും അല്ല, അതിൻ്റെ ആവശ്യമില്ല, അതൊക്കെ വല്ല പ്രായമുള്ള സിസ്റ്റേഴ്സിൻ്റെയൊക്കെ പണിയല്ലേ. ഇങ്ങനെ ഒന്നും ചിന്തിക്കരുത് പ്രിയപ്പെട്ടവരെ. ദൈവത്തെ അംഗീകരിക്കുന്ന വ്യക്തി, ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തി ദൈവത്തെ ബഹുമാനിക്കണം. പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ അവൻ ദൈവത്തെ ആരാധിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൗലോസ് പറഞ്ഞ പോലെ പറയാൻ സാധിക്കും, ഞാൻ പാപികളൊന്നാവനാണ്. യേശുവിനെ സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുന്നു, എങ്കിലും ഞാൻ യേശുവിനെ സ്വന്തമാക്കിയിട്ടില്ല. ഈ എളിമയാണ് പ്രിയപ്പെട്ടവർ നമുക്കുള്ളത്. പൗലോസിൻ്റെ തണലിലൂടെ പോയവർക്ക് രോഗശാന്തിയാണ്, പൗലോസിൻ്റെ തൂവാനത്തവർക്ക് രോഗശാന്തിയാണ്. അത്രയും വരമുള്ള, അത്രയും വിശുദ്ധനായ യേശുവിൻ്റെ സുവിശേഷം ചെയ്യുന്ന ആ വിശുദ്ധൻ വിളിച്ചു പറയുകയാണ്, ഞാൻ പാപികളൊന്നാമനാണ്. നന്മ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നെങ്കിലും ഞാൻ അറിയാതെ തിന്മ ചെയ്തു പോവുകയാണ്. ഞാനൊരു ദുർഭകനായ മനുഷ്യനാണ്. പ്രിയപ്പെട്ടവരെ, ആ വ്യക്തിയുടെ എളിമ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ സാഷ്ടാംഗം കമന്ന് കിടക്കാൻ നമുക്ക് ഒരിക്കലും ഒരു വിഷമമുണ്ടാവില്ല. ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച് കാത്തുപരിപാലിച്ച, അടുത്ത ശ്വാസം പോലും എൻ്റേതാണെന്ന് ഉറപ്പില്ലാത്ത ഞാൻ ഈ കാത്തുപരിപാലിക്കുന്ന ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഒരു ശിശുവിനെ പോലെ ഒന്ന് എളിമപ്പെട്ടുകൊണ്ട് നമ്മുടെ വിശ്വാസ പ്രഖ്യാപനമാണ് പ്രിയപ്പെട്ടവരെ. ഇത് നമ്മളിങ്ങനെ ദേവാലയത്തിൽ ഇപ്പോൾ സാഷ്ടാംഗം പ്രണയിക്കുക കാണുമ്പോൾ നമ്മുടെ മക്കളും അനുകരിക്കും. കണ്ടുമുട്ടുന്നവർ ചോദിക്കും, എന്താ ചേട്ടാ ഇങ്ങനെ ചെയ്യുന്നത്? ഈ കാര്യമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. അവർ ദൈവത്തെ ആരാധിക്കട്ടെ, ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ, ദൈവത്തിന് സ്തോത്രം പറയട്ടെ, ദൈവത്തിന് നന്ദി പറയട്ടെ, അങ്ങനെ ദൈവരാജ്യം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരാ സഹോദരി, അതുകൊണ്ട് നമ്മുടെ ഈ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് എളിമപ്പെടാം, ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കറിയാം, ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ പോലും ആ ചെല്ലുന്ന പ്രതി ആ SIയുടെ കാലിൽ നിന്ന് വണങ്ങാൻ വേണ്ടി ചെല്ല് കാണിക്കുന്ന കാണാം. പ്രിയപ്പെട്ടവരെ, ഒരു പാപിയായ ഒരു മനുഷ്യൻ, ഒരു SI ആ SIയുടെ കാലിൽ പോലും കാല് പിടിച്ച് കാര്യം നേടാൻ തീരുമാനിക്കുന്ന നമ്മൾ, ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച, ഈ SIയെ സൃഷ്ടിച്ച, ഈ ലോകം മുഴുവൻ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്ന് എളിമപ്പെടാൻ തയ്യാറാകുമ്പോൾ ദൈവം നമ്മളോട് ഉടമ്പടി ഒപ്പിടും. ദൈവം ഇബ്രാഹത്തിന് ചെയ്ത പോലെ ഉടമ്പടി ഒപ്പിടും. വായിച്ചു നോക്കൂ, ഉൽപ്പത്തി പുസ്തകം 17:3, ഉൽപ്പത്തി 17:17 ഈ വചനമൊക്കെ ഒന്ന് വായിച്ച് ധ്യാനിച്ച് ഈ വചനത്തിൽ പറയുന്ന അനുസരിച്ച് വചനത്തിൽ പറഞ്ഞ പോലെ കൃപയിലേക്ക് വന്നേ ദൈവം നമ്മുടെ ജീവിതത്തിൽ വൻ കൃപ കൊണ്ട് നിറയ്ക്കും. നമ്മൾ പരിശുദ്ധാത്മാവ് നിറയും. നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരായി വിശുദ്ധിയിൽ വളരാനത് അത് നമുക്ക് വഴിയൊരുക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.